الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم محمد وعلى آله وصحبه എവിടെ ബാബു മൻ തഅല്ലഖന ബാബു മൻ ഖഅദ ബാബു മൻ ഖഅദ ഇരുന്ന ഒരാളിൽ പറയുന്ന പാഠം. എന്താ ബാബു മൻ ഖഅദ ഇരുന്ന ഒരാളിൽ പറയുന്ന പാഠം. എവിടെയിരുന്നു? ഹൈസു യന്തഹി ബിഹിൽ മജ്ലിസ്, അയാളെയും കൊണ്ട് മജ്ലിസ് അറ്റമാകും. ഇടയ്ക്ക് കയറി ഇരുന്നില്ല എന്നതിലർത്ഥം. ഫിൽ ഹൽഖത്തി, ഒരു ഹൽക്കയിൽ. യന്തഹീലയിൽ മജ്ലിസു, അതാണ് തന്നെ വമൻ, ഒരാളിലും പറയുന്ന പാഠം അങ്ങനല്ലേ. അയാള് കണ്ടു ഫുർജത്തൻ, ഒരു വിടവിനെ. ഹൽക്കയിൽ ഒരു വിടവ് കണ്ടു. ഫജലസ ഫീഹ, അതിൽ ഇരുന്നു. ഹൽക്കയിൽ കണ്ടു. ഹൽക്ക എന്നുള്ളത് ഹദീസിനകത്ത് വരുമായിരിക്കും. അല്ലെങ്കിൽ മജ്ലിസ് എന്ന് പറഞ്ഞാൽ മതി. ഹൽക്ക എന്ന ലഫ്ദ് ഹദീസിൽ വരും. അതിനോട് മുസ്താബക്കായിട്ട് പറഞ്ഞതാണ്. ആ വിടവിനിരുന്നു അവരിൽ പറയുന്ന പാഠം എന്ന്. അത് മറ്റേയാള് കണ്ടില്ല നോക്കണം. അയാൾ ഇട്ടെടുത്തങ്ങ് ഇരുന്നു. മറ്റേയാള് പുറത്ത് കണ്ട് അവിടെ പോയിരുന്നു പറഞ്ഞു. വേണ്ട. ഹദ്ദസനാ ഇസ്മാഈലു ബിൻ അബീ ഉവൈസ് ഖാല ഹദ്ദസനീ മാലിക് വബിസ്സനദിൽ മുത്തസിലി ഇലൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അന്നഹു ഖാല حدثنا إسماعيل قال حدثني مالك عن إسحاق بن عبد الله بن أبي طلحة أن أبا مرة مولى عقيل بن أبي طالب أخبره عن أبي واقد الليثي رضي الله تعالى عنه وعنهم أن رسول الله صلى الله عليه وسلم تنقل بينما هو جالس في المسجد, മദീന ശരീഫിലത്തെ പള്ളിയിൽ അവിടുന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഏത് ഹാലിൽ വന്നാസു മഅഹു, ജനങ്ങളും കൂടെയുണ്ട്. ഇത് അഖ്ബല തലാദത്തു നഫരിൻ, 3 കൂട്ടം ആൾക്കാർ വന്നു. ആ സന്ദർഭത്തിൽ ഇത് അഖ്ബല വന്നു, തലാദത്തു നഫരിൻ 3 പേര് വന്നു. അവർ പള്ളിയിൽ വന്നു കടന്നു എന്നതിനർത്ഥം. ഫഅഖ്ബല ഇത്നാനി മിൻഹും, അവരിൽ നിന്ന് 2 പേർ മുന്നിട്ട് വന്നു. ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഹബ വാഹിദൻ, ഒരാളങ്ങ് പോവുകയും ചെയ്തു. ഖാല, റായി പറയുന്നു, ഫവഖഫ, 2 പേരും നിന്നു. 2 പേരും നിന്നു. അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മജ്ലിസിന്മേൽ നിന്നു. അല്ല, മജ്ലിസ് റസൂലുള്ളാഹി. ഫഅമ്മാ അഹദുഹുമാ, രണ്ടാലൊരാൾ, ഫറഅ ഫുർജത്തൻ, ഒരു വിടവിനെ കണ്ടു. ഹൽഖയിൽ അല്ല, ഫജലസ ഫീഹ, അവിടെ കയറുന്നു. ഫർജത്തൻ ഫുർജത്തൻ രണ്ടും പറയുന്നുണ്ട്. ഏതാ? 2 പ്രയോഗമുണ്ട്. അൽ ഖലലു ബൈന ശൈഅൈനി എന്നതിനർത്ഥം 2 ശൈഇന്റെ ഇടയിലുള്ള ഒരു വിടവ് എന്നേ അത് മാനയുള്ളൂ. വഅമൽ ആഖിറു, മറ്റേയാള്, ആഖർ രണ്ടാമത്തെ ആള്, ഫജലസ ഖൽഫഹും,
ആ മജ്ലിസിന്റെ ഖൽഫിലിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധമായി. എന്തഹി ബിൽ മജ്ലിസ് എന്ന് പറഞ്ഞല്ലേ. മമ്മത്താലിത് മൂന്നാമത്തെ ആള് അയാളങ്ങ് പോയി. അയാൾ പിന്നിട്ടും അയാൾ തന്നെ പോകുന്ന ആളായ ഹാജി അങ്ങനെ അവിടെ ഇരുന്നു. മറ്റേ ആൾ പോയിരുന്നു. ഫലമ്മ ഫറഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ വിരമിച്ചു കഴിഞ്ഞപ്പോൾ, തങ്ങൾ ഏതെന്നിലായിരുന്നോ അതിൽ നിന്നും വിരമിച്ചു എന്നല്ല. തങ്ങൾ മജ്ലിസിൽ ഒന്നുകിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കായിരിക്കും, അല്ലെങ്കിൽ ഇൽമ പഠിപ്പിക്കായിരിക്കും, അല്ലെങ്കിൽ ദിക്റിലായിരിക്കും, അല്ലെങ്കിൽ പ്രസംഗത്തിലായിരിക്കും, എന്തായിരിക്കും. തങ്ങൾ പറയുകയാണ്, അല അറിയണം, ഉഖ്ബിറുക്കും ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, അന്നഫരിസലാസ, ആ 3 യാത്രക്കാരെ പറ്റിയിട്ട്, 3 കൂട്ടരെ പറ്റിയിട്ട്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടാവും, തങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ. അപ്പൊ തങ്ങൾ പറഞ്ഞിട്ടാവും, അമ്മ അഹദുഹും, ഒരാൾ, ഫഅവാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അയാൾ അഭയം തേടി വന്നു. ഹൽഖയിൽ വരുന്നതാണ്. ഇലല്ലാഹ് ഇലാ റസൂലില്ല എന്ന് പറയാം അവിടെ. ഇലല്ലാഹി തആല അവിന്നമ്മ ഇലാ മജ്ലിസിർ റസൂൽ എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഫആവാഹു അല്ലാഹു, അല്ലാഹു അയാളെ അണച്ചുകൂട്ടി, അല്ലെങ്കിൽ റസൂലുള്ള അണച്ചുകൂട്ടിനായി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സ്ഥാനമാനങ്ങൾ അയാൾക്ക് കൊടുത്തു എന്നതിന്റെ അർത്ഥം. ആവ 2 പ്രയോഗം ഉണ്ടായിരിക്കും. ആവാഹുല്ലാഹ്, ഇറാദത്തു ഈസാനിൽ ഖൈർ എന്നാണ് പറയാ. അമ്മൻ ആഖിറു, മറ്റേ ആള് ഫസ്തഹിയ, അയാൾ നാണിച്ചു. ഇങ്ങനെ തിക്കിത്തിരക്ക് എന്തിനാ വിചാരിച്ചിട്ടുണ്ട്, മാറി അങ്ങോട്ട് വരുന്നു. അങ്ങനല്ല, ഇടിച്ചു കയറണ്ടേ. ഫസ്തഹിയ അല്ലാഹു മിൻഹു, അല്ലാഹും അദ്ദേഹത്തിനോട് എന്ത് ചെയ്തു, കരണാട്ടി നിലമേന. അമല്ലാഹർ, മറ്റേ ആള് ഫഅറദ, അയാള് റസൂലുള്ളാഹിന്റെ മജ്ലിസിനെ വിട്ടുപിരിഞ്ഞ ആളാണ്, തിരിഞ്ഞളഞ്ഞ ആളാണ്. ഫഅറദല്ലാഹു അൻഹു, അല്ലാഹു അയാളെ തൊട്ട് എന്ത് ചെയ്തു, തിരിഞ്ഞു കളഞ്ഞു. അറദ മുശാക്കരത്തിന് വേണ്ടി പറഞ്ഞു നോക്കണം, അള്ളാഹിന് തിരിയലൊന്നുമില്ല. അല്ലിൽത്തിഫാത്തു ഇലാ ജിഹത്തിൻ ഉഖ്റാൻ്റെതാണ് ഇറാദ്. അല്ലാഹു തആലയുടെ ദാത്തിനോട് അത് ലായിഖായതല്ലല്ലോ. അപ്പൊ മജാസാണ്. ഉളബിനെ തൊട്ടും സുഖത്തിനെ തൊട്ടും മജാസായിക്കൊണ്ട് പറഞ്ഞതാണ് എന്നേക്കണം. റസൂലുള്ളാഹിക്ക് പറയാൻ അധികാരം ഉണ്ടാകും. റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല വെളിവാക്കി കൊടുത്തിട്ടുണ്ടാവും അയാളെ കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട്. അല്ല, അനുവാദം ചോദിക്കുന്ന ബാബിൽ ഇതിനെ തന്നെ കൊണ്ടുവരും മുസന്നിഫ്. ഇൽമിന്റെ ബാബിലായിക്കൊണ്ടാണ് ഇമാം നസായി റഹ്മത്തുള്ളാഹി ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. തിരിഞ്ഞോ? പിന്നെ ബാബു റുബ്ബ മുബല്ലഗിൻ ഔഅ മിൻ സാമിഇൻ, എത്തിക്കപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് സാമിയിനേക്കാൾ കൂടുതൽ മനപ്പാടമാക്കി മനസ്സിലാക്കിയൊക്കെ വെച്ചവർ. അയിമ്മത്തുൽ മുജ്തഹിദീന, മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ, അല്ലാതെയുള്ള ഉലമാക്കന്മാർ, അവരിലേക്കൊക്കെ ഒരു സൂചനയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഹദീസുകൾ കിട്ടിയ സഹാബത്ത്, അവരിൽ നിന്നും താഴ്വരയായി വന്നു, താബിഈങ്ങൾ വന്നു. പിന്നാണ് തദ്വീനുൽ കിതാബുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവർ സഹാബത്ത് പറയാത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സഹാബത്ത് പറയാത്തത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതെ, പറയാൻ പറ്റും. ഔഅ ലിമാന ഫഹമ ലിമാ അഖൂലുഹു നിലക്കും, ഞാൻ പറയുന്ന ഒന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നവർ എത്തിക്കപ്പെടുന്നവരിലുണ്ടാകും. എത്തിച്ചവരിലല്ല,
എത്തിക്കപ്പെടുന്നവരിൽ ഉണ്ടാവും. മനസ്സിലായ? ആരെക്കാൾ? മിൻ സാമിഇൻ മിന്നി, എന്നിൽ നിന്നും നേരിട്ട് കേൾക്കുന്നവരെക്കാൾ ഔഅയായവർ. അപ്പൊ അത് മതി. നമ്മളെ ഉലമാക്കന്മാർ അവർ തഫ്സീർ എഴുതലായാലും വയലാഭിമാ എങ്ങനെ പറഞ്ഞത് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് റസൂലുള്ള ഇപ്പൊ ഇഫാത്തിൽ കലാഫും ഇഫാത്തിൽ വെക്കുമ്പോൾ ലാസിമും ഫായത്തിൽ ഖബറും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പൊ നബിതങ്ങളിൽ നിന്നും അതിന്റെ സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയിമത്തിനെ അംഗീകരിക്കണമെന്നും ആ അയിമത്തുകൾ എന്താണ് ഔഅയാണ് എന്നതുകൊണ്ട് മറ്റവരെക്കാൾ സ്ഥാനമുണ്ടെന്നതിനർത്ഥം നമുക്കല്ല. മനസ്സിലായില്ല? حدثنا مسدد قال حدثنا بشر قال حدثنا ابن عون ഇൽമിന്റെ ബാബല്ല عن ابن سيرين عن أبيه ذكر أنا عن أبي بكرة عن النبي عن أبيه عن ابن سيرين عن عبد الرحمن بن أبي بكرة عن أبيه ذكر رضي الله تعالى عنه وعنه ذكر النبي صلى الله ذكر النبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു ദുഃഖിറ എന്നുണ്ട് ഒരു ലഭത്തിൽ. എന്നിട്ട് പിന്നെ ബാക്കി എന്താ? ദക്കറ അബൂബക്കർത്ത് പറഞ്ഞു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞു. وذكر النبي قالوا والحال يجوز أن تكون لا تكون تعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു അവിടുത്തെ ഒട്ടകത്തിന്റെ മേൽ മിനയിൽ പാർക്കുന്ന സന്ദർഭത്തിലാണ് ഇരുന്നത്. ഏടാ ഹജ്ജത്തുൽ വദാഇൽ മിനയിലൊക്കെ പ്രസംഗിക്കണമല്ലോ ഇമാമിങ്ങൾ. ഫംസക ഇൻസാന് ഒരാളെ പിടിച്ചിട്ടുണ്ട് ബി ഖിത്വാമിഹി ആ കുതിരയുടെ ആ ഒട്ടകത്തിന്റെ മൂക്കയർമേല് ബി സിമാമിഹി എന്നാണ് പറഞ്ഞത്. സുമ്മഖാൽ എന്നിട്ട് തങ്ങൾ ഇരുന്നിട്ട് പറഞ്ഞു അയ്യോ യൗമിൻ ഹാദാ ഏതാണ് ഈ ദിവസം? ഫസക്കത്തിന നമ്മൾ മുണ്ടിയില്ല. എന്തേ മിണ്ടാന്ന് ചോദിച്ചാൽ അത്താന്ന നമ്മൾ ഭാവിച്ചതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയാം. അന്ന ഉസ ഇസമ്മിഹി ശിവാസ്മിഹി തങ്ങൾ ഈ ദിവസത്തിന് പേര് പറയും മറ്റൊരു പേരിന് ഖാല ഉനൈസ് അല്ലേ? ഖാല തങ്ങൾ തന്നെ ചോദിച്ചു അലൈസ ഈ ദിവസം യൗമൻ നഹരി നെഹറിന്റെ ദിവസമല്ലേ? ഖുൽനാ ബല അല്ലാതെ അല്ല. قال فأي شهر هذا فسكتنا حتى ظننا أنه سيسميه بغير اسمه فقال عليه الصلاة والسلام أليس بذي الحجة ذي الحجة لا قلنا بلى قال صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം പറയട്ടെ. ഫൈന ദിമാഅക്കും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ മുതലുകളും അഭിമാനങ്ങളും ബൈനക്കും ഹറാം നിങ്ങളുടെ ഇടയിൽ അത് ഹറാമാണ്. ഒരാളെ രക്തം ചിന്താൻ പാടില്ല, ഒരാളുടെ മുതലെടുക്കാൻ പാടില്ല, ഒരാളുടെ അഭിമാനത്തെ പിച്ച് ചിന്താൻ പാടില്ല. കഹുറുമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഈ നാട്ടിൽ രക്തം ചൊരിക്കാൻ പാടില്ലാത്ത നാടാണ്. ഈ നാട്ടിൽ അഭിമാനം രുചിച്ചെന്നാൻ പാടില്ലാത്ത നാടാണ്. ഈ നാട്ടിൽ മുതലെടുക്കാൻ പാടില്ലാത്ത നാടാണ് എന്ന് ഈ ദിവസത്തിനും ഈ മാസത്തിനുമെല്ലാം അതാണ്. ഇതൊന്നും പാടില്ല എന്നതാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു
ലിയുബല്ലിഗ് തബ്ലീഗ് ചെയ്യട്ടെ. അശ്ശാഹിദു ഇവിടെയുള്ളവർ, അൽ ഗായിബ അൻഹു ഈ മജ്ലിസിനെ വിട്ട് ഗായിബായവർ. ഫഇന്ന ഷാഹിദ സാക്ഷിയായവർ, അസ അവനായേക്കാം, മയുബല്ലിഗ എത്തിച്ചു കൊടുക്കുന്നവനായേക്കാം, മൻ ഒരാൾ, വ അയാൾ, ഔആ ഏറ്റവും ഔഅയാണ്, ലഹു ഈ ഹദീസിനെ, മിൻഹു ഇയാളെക്കാൾ എന്നതാണ്. അപ്പൊ അതാണ് എന്റെ മാന, എത്തിച്ചു കൊടുത്തോട്ടെ. അപ്പൊ അവറ്റങ്ങൾ ഔഅയാവും. അപ്പൊ അയിമത്തുൽ ജിത്തീദിന്റെ അറിവും അവർക്കുള്ളതായ ഇജ്തിഹാദുകളും ഇജ്തിഹാദിന്റെ എല്ലാ നൗഉകളും എല്ലാം 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 അതിന് സൂചന എന്നോണം പുന്നാര ഹബീബിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി നമുക്ക് വിശദീകരിച്ചു. ബാബുൻ അൽ-ഇൽം ഖബ്ല അൽ-ഖൗൽ വൽ അമലി. അറിവാണ്, പറയുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം, പറയുന്നതിന് മുമ്പ് പ്രവർത്തിച്ചിരിക്കണം. അല്ല പിന്നെ പ്രവർത്തിക്കാത്തത് പറഞ്ഞു എന്ന് വരില്ല. അല്ലേ? ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ളാഹി പ്രവർത്തിച്ചിട്ടാ പറഞ്ഞു കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞാലാ പറഞ്ഞു. 2 ദിവസം പഞ്ചാര ഉപയോഗിച്ചില്ല, പിന്നെ പറഞ്ഞു ഇനി പഞ്ചാര ഉപയോഗിക്കാൻ പറഞ്ഞു. എന്ന് പറയാൻ മന്നന്മാരല്ല അല്ലേ? ഇൽമാണ് തഖദ്ദും ബിദാത്ത്, അമലിനേക്കാളും കൗലിനേക്കാളും. പറഞ്ഞു കൊടുക്കണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും അമലില്ലാതെ പറ്റില്ലല്ലോ, അല്ല ഇൽമില്ലാതെ പറ്റില്ലല്ലോ. മനസ്സിലായോ? ലാ യൻഫഉൽ ഇൽമു ഇല്ലാ ബിൽ അമലി. ലാ യൻഫഉൽ ഇൽമു ഇല്ലാ ബിൽ അമലി എന്ന് ആൾക്കാർ പറയും. അപ്പൊ എന്താ വിചാരിക്കുക, ആദ്യം അമൽ ചെയ്യണം പിന്നെ ഇൽമാണ് എന്ന് പറയും. അപ്പൊ അതിനെ തൊട്ടൊക്കെ ജനങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് ആദ്യം ഇൽമാണ്, പിന്നാണ് ഖൗലും, പിന്നീടാണ് അമലും. ഇൽമിന്റെ തലബിൽ തസാഹുല് പാടില്ല എന്നറിയിക്കാനാണ് ആദ്യം അത് തന്നെ പറഞ്ഞത്. അൽ ഇൽമു, നമ്മൾ ഈ പറയുന്ന വിജ്ഞാനങ്ങൾ മുഴുക്കുകയും ഖബ്ലൽ ഖൗലി വല്ലാണ്. അങ്ങനെ ഓരോരുത്തരോരോ സാധനം കണ്ടുപിടിച്ച് അതിന് ഇന്നതിന് പറ്റും എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഒരു പറയത്തുള്ളൂ. അല്ലാതെ ഫോൺ തന്നെ അതുപോലെ അതിന്റെ മെറ്റീരിയൽസ് എല്ലാം മനസ്സിലാക്കി തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നവർ മനസ്സിലാക്കി പരീക്ഷിച്ച് അറിഞ്ഞിട്ടേ അത് പറയുള്ളൂ. അതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളെങ്ങനെയാണ്, നമ്മൾ സലാത്ത് ചൊല്ലിയിട്ട് സലാത്ത് എല്ലാം പറയണം. ഈ ഖൗലില്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ല തെളിവാ. അറിയേണ്ട ഇൽമു ഏതാ? തൗഹീദിന്റെ ഇൽമല്ലേ? എന്തെല്ലാം ആയത്ത് കൊണ്ടുവരാൻ പറ്റും അല്ലേ? ലിമ തഖൂലൂന മാ ലാ തഫഅലൂന കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഅലമൂന. ഇതൊന്നും പറയാതെ കൊണ്ടുവന്ന ആയത്ത് കണ്ടു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. എന്താ തെളിവ് ഇല്ല? അതറിയേണ്ട ആൾ ആദ്യം ആരാ? റസൂൽ തന്നെയാണ്. അതുകൊണ്ട് ഫഅലം യാ മുഹമ്മദ് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫബദഅ, അല്ലാഹു തആല തുടങ്ങി ബിൽ ഇൽമി,
ഇൽമു കൊണ്ടാ തുടങ്ങി. അല്ലേ? حيث قال فاعلم ثم قال واستغفر فاعلم أنه لا إله إلا الله. പിന്നെ ബാക്കി ആയതെന്താ? ബാക്കി ആയത്തല്ലോടെ പിന്നെ ഇവിടൊക്കെ ആയി മുകളിലേക്ക് കൊള്ളടിക്കാണ് ടാങ്കിലുള്ള കഴിഞ്ഞിട്ട് ആക്കിയോ കടി ചെയ്യും. അപ്പം കൊണ്ടുവന്നോ എടുത്തോണ്ട് പോല പിന്നെ മതിയല്ലേ.